ഹലോ, ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. 5 എഗ്ഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 28 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, ഹോട്ട് വാട്ടർ ഒരു 78 ഗ്രാം. ബട്ടറിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു വെച്ച് അത് മാറ്റി വയ്ക്കാം. മൈദ 130 ഗ്രാം, ബേക്കിംഗ് പൗഡർ 6 ഗ്രാം, കോൺഫ്ലോർ 26 ഗ്രാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചു വെച്ച് മാറ്റി വയ്ക്കാം. 2 പ്രാവശ്യം അരിച്ചു കൊടുക്കുന്നുണ്ട്. $152 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. ഷുഗർ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പകുതി ഷുഗർ എഗ് വൈറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്റ്റിഫ് പീക്ക് ആകുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് മിക്സറായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ആദ്യം ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ഇട്ട് ബീറ്റ് ചെയ്യാം. എഗ് യോക്ക് ഒരു ലൈറ്റ് ക്രീം കളറായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി എഗ് യോക്കും എഗ് വൈറ്റും കൂടി മിക്സ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ബാറ്ററിലേക്ക് എഗ് വൈറ്റ് കുറച്ച് ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് മുഴുവനായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. അത് കുറേശ്ശെ ആയി ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ബാറ്റർ കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം. അതിലേക്ക് നമുക്ക് ബട്ടറും വെള്ളം കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കണം. സ്ലോലി ചെയ്തെടുക്കണേ. ഞാനിവിടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരു ടൂത്ത് പിക്ക് യൂസ് ചെയ്ത് അതിലെ എയർ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഓവനിലോട്ട് വയ്ക്കാം. 160 ഡിഗ്രിയിൽ ഹാഫ് ആൻ അവറാണ് വെച്ച് കൊടുക്കുന്നത്. കുക്കായി കഴിഞ്ഞാൽ കേക്കിൻ്റെ ടോപ്പിൽ കളർ ചേഞ്ചായി വന്നിട്ടുണ്ടാവും. വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി നേരം ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. കേക്ക് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ കൂളിംഗ് റാക്കിലോട്ട് മാറ്റി. കേക്ക് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ മാത്രം അത് മറച്ചിട്ട് കൊടുക്കാം.
കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സ്പഞ്ച് യൂസ് ചെയ്ത് നമുക്ക് ദുബായിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള മറിയാപ്പാസ് ചീസ് കേക്ക് റെഡിയാക്കാം. ഞാൻ ഈ കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ബോക്സിൻ്റെ മേലെ അവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ബോക്സിൻ്റെ മേലെ പൈനാപ്പിൾ ജ്യൂസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു സ്പഞ്ചിലാണ് അവർ പൈനാപ്പിൾ ജ്യൂസ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞാൻ പ്ലെയിൻ സ്പഞ്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ല മിൽക്കി ഫ്ലേവറാണ് വരുന്നത്. കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിനെ ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. ഞാൻ 2 ലെയറായിട്ടേ കട്ട് ചെയ്തിട്ടുള്ളൂ. നമുക്കതിന് വേണ്ടിയിട്ടുള്ള ക്രീം പ്രിപ്പയർ ചെയ്യാം. അതിന് 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്, 200 ഗ്രാം ക്രീം ചീസ്, ഞാൻ 200 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഹെവി ക്രീമും യൂസ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് 100 ഗ്രാം, പിന്നെ ഒരു ചെറിയ പാക്കറ്റ് പാൽപ്പൊടിയും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചീസിനെ നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയെടുക്കാം. ബട്ടർ, ചീസ്, കണ്ടൻസ് മിൽക്ക്, മിൽക്ക് പൗഡർ എല്ലാം കൂടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നമുക്കെല്ലാം കൂടി ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് ആദ്യം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അതിലേക്ക് വിപ്പിംഗ് ക്രീം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫ് പീക്ക് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്യാം.
കേക്ക് റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ചെഡാർ ചീസ് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ചീസ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. ആ ചീസിൻ്റെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും ഇച്ചിരി ഒരു പുളിയും പിന്നെ നല്ല മിൽക്കി ഫ്ലേവറും ആയിട്ടാണ് കേക്കിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. ചീസ് ലവേഴ്സിന് ഇഷ്ടപ്പെടും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്പഞ്ച് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.